ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ടീം വർക്ക് ഇസ് ഹാർഡ് വർക്ക്, ഹിയർ ഇസ് ഹൗ ടു ബിൽഡ് ദ സ്കിൽസ് ടു ഡു ഇറ്റ് വെൽ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതൊരു ആർട്ടിക്കിളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണ് ഈ സിലബസിലത്തെ. അപ്പോൾ ഈ ബുക്ക് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണ്. ഇതുവരെയുള്ള ചാപ്റ്ററുകളെല്ലാം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ ഇതിനകത്തും പ്രധാനമായിട്ടും പറയുന്നത് ടീം വർക്കിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ ഓൾറെഡി ടീം വർക്കിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ടീം വർക്ക് എന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, അതേപോലെ തന്നെ ആ ഒരു എന്താ പറയുക, അതിന് നല്ല രീതിയിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനുള്ള സ്കില്ലുകളൊക്കെ ബിൽഡ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിളിൽ മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്റ്റീവ് ഇൻ്റലിജൻസ് ആണ്. അതായത് ഒരു കമ്പനിയിൽ കുറേ എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ഐക്യു ഉണ്ടാവുമല്ലോ. ആ ഇൻഡിവിജ്വൽ ഐക്യുവിനേക്കാൾ പ്രാധാന്യം അവരുടെ കളക്റ്റീവ് ഇൻ്റലിജൻസ് ആണ് എന്നാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതായത് ഒരു ടീമിൻ്റെ നല്ല പെർഫോമൻസിന് അതിൽ ഓരോരുത്തർക്കും നല്ല കഴിവുണ്ടായതിനെ കൊണ്ട് കാര്യമില്ല, മറിച്ച് അവർക്ക് ഒന്നിച്ച് നിന്നുകൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു കളക്റ്റീവ് ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഐഡിയ. ഇത് മനസ്സിൽ വെക്കുക. ഇത് മനസ്സിൽ വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി എല്ലാ പോയിന്റ്സും മനസ്സിലാവും. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത്? Collective intelligence is greater than individual IQ. നമ്മൾ ഓൾറെഡി പറഞ്ഞു. Smith opens with Beatrice Flamini, a Spanish scientist who spent 500 days alone in a cave. While impressive, Smith calls our fascination with isolation baffling because humans are biologically social. We evolved by cooperating, not by isolating. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ബിയാട്രിസ് ഫ്ലാമിനി എന്ന് പറയുന്ന സ്പാനിഷ് സയൻറ്റിസ്റ്റിൻ്റെ കേസ് പറഞ്ഞുകൊണ്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ആ വ്യക്തി ബിയാട്രിസ് ഫ്ലാമിനി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പറയുന്നത്, 500 ദിവസം ഒറ്റയ്ക്ക് ഒരു കേവിനകത്ത് ജീവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ഒരു സാമൂഹ്യ ജീവിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കുക എന്നതിലുപരിയായിട്ട് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ജന്മനാ നമ്മളുള്ളത് മറ്റുള്ളവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോകാനുള്ള ഒരു ബയോളജിക്കൽ എന്താ പറയുക ഒരു എന്താ പറയുക ക്യാരക്ടറിസ്റ്റിക് ആണ് നമുക്ക് ഉള്ളത് എന്നാണ് പറയണത്. പക്ഷേ ഇപ്പോൾ ഉള്ള ആളുകൾ പലപ്പോഴും എന്തിനെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്, ഐസൊലേറ്റ് ചെയ്ത് സ്വയം ഏകാന്തത അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും മാറിക്കൊണ്ട് ജീവിക്കുക എന്നൊരു കാര്യത്തിനാണ് കൂടുതൽ താല്പര്യം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? സ്കൂൾ ആൻഡ് വർക്ക് സ്റ്റിൽ റിവാർഡ് ഇൻഡിവിജ്വൽസ്. കമ്പനീസ് സേ ദേ വോണ്ട് കൊളാബറേഷൻ ബട്ട് ഹയർ, പ്രൊമോട്ട് ആൻഡ് പേ ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ പെർഫോമൻസ്. അപ്പോൾ സ്കൂളുകളും അതേപോലെ തന്നെ വർക്ക് അങ്ങനത്തെ എല്ലാ സ്ഥലങ്ങളിലും ഓഫീസുകളിലും എവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് മെയിനായിട്ടും റിവാർഡ് കിട്ടുന്നത് ഇൻഡിവിജ്വൽസിനാണ്. അതായത് ഒരു കമ്പനി ഹയർ ചെയ്യുന്നത്, ഒരു നമ്മൾ എന്താ പറയുക ഇൻ്റർവ്യൂ നടത്തുകയാണെങ്കിൽ ഗ്രൂപ്പായിട്ടാണോ നമ്മൾ പിടിച്ച് ഇൻ്റർവ്യൂ നടത്തുക, മെയിനായിട്ടും എന്താണ് ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തരുടെ സ്കിൽ എന്താണോ എന്ന് നോക്കിയിട്ടാണ് ഇൻ്റർവ്യൂ നടത്തുക. എക്സാംസ് ആയാലും നമ്മൾ ആ രീതിക്കാണ് നടത്തുക. പക്ഷെ അതേസമയം തന്നെ കമ്പനീസ് പറയുന്നത് എന്താണ്, നമുക്ക് വേണ്ടത് കൊളാബറേഷൻ ആണെന്ന് പറയുന്നത്, ഒന്നിച്ച് വർക്ക് ചെയ്യാനുള്ള കഴിവുള്ള ആളുകളാണ് വേണ്ടതെന്ന് കമ്പനീസ് പറയും. പക്ഷെ അതേസമയം തന്നെ അവർ ഹയർ ചെയ്യുന്നത്, അവർ ഇൻ്റർവ്യൂ നടത്തുന്നത്, അവർ പ്രൊമോട്ട് ചെയ്യുന്നത്, അവർ പേ ചെയ്യുന്നത് ഒക്കെ എങ്ങനെയാണ്, ഇൻഡിവിജ്വൽ പെർഫോമൻസിലാണ്, ഓരോരുത്തരുടെയും കഴിവിനാണ് അവർ എന്താ പറയുക അനലൈസ് ചെയ്യുന്നത്. ദാറ്റ് ക്രിയേറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ് നോട്ട് കൊളാബറേറ്റേഴ്സ്. അവിടെ എന്ത് സംഭവിക്കും, ഓരോരുത്തരുടെയും ഒരു വ്യക്തിക്ക് കഴിവുണ്ടെങ്കിൽ അയാൾക്ക് പ്രൊമോഷൻ കിട്ടും, അയാളെ ഹയർ ചെയ്യും, അയാൾക്ക് സാലറി കൊടുക്കും, അയാൾക്ക് സാലറി ഇൻക്രിമെൻറ്റ് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലാതെ ഒരു ഗ്രൂപ്പിനല്ല അവരുടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്, അവിടെ ബിൽഡ് ചെയ്തെടുക്കുന്നത് കോമ്പറ്റീറ്റേഴ്സിനെയാണ്, മറിച്ച് കൊളാബറേറ്റേഴ്സിനെ അല്ല. കമ്പനി പറയണം അവർക്ക് കൊളാബറേറ്റേഴ്സിനെയാണ് ആവശ്യമെന്ന് പറയുന്നു, അതേസമയം തന്നെ അവർ ബിൽഡ് ചെയ്തെടുക്കുന്നത് എന്താണ്, കോമ്പറ്റീറ്റേഴ്സാണ്. അങ്ങനെ ആവുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്, അവർ തമ്മിലുള്ള ഒരു മത്സരമാണ് അവിടെ കൂടി വരുന്നത്, അല്ലാണ്ട് ഒന്നിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി അല്ല. Yet collaborative work has increased 50% in 2 decades, especially after pandemic isolation. As problems get more complex, we must work together. അതേസമയം തന്നെ ഈ ഒരു കൊളാബറേറ്റീവ് വർക്ക് എന്ന് പറയുന്നത് 50% ഇൻക്രീസ് ആവുകയാണ് ഈ 10-20 വർഷത്തിനുള്ളിൽ സംഭവിച്ചിട്ടുള്ളത്. അതായത് ആ ഒരു പാൻഡമിക് ഐസൊലേഷൻ, കോവിഡിൻ്റെയും അതേപോലെ തന്നെ അത്തരത്തിലുള്ള പല പല റീസൺസ് കാരണം അത്രയും കാലം ഇപ്പോൾ കോവിഡിൻ്റെ സീസണിൽ നമുക്കറിയാം വർക്ക് ഫ്രം ഹോം ആയിരുന്നു, ഐസൊലേറ്റ് ചെയ്തിട്ടാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്ത് കുറേ കാലം നിന്നിട്ട് പെട്ടെന്ന് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്, കൊളാബറേറ്റീവ് വർക്കിനാണ്, ഒന്നിച്ച് വർക്ക് ചെയ്യുക എന്നുള്ള സംഭവത്തിനാണ്. അവിടെ എന്ത് സംഭവിക്കുന്നു, അവരുടെ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു നേച്ചറിനെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. അപ്പോൾ പ്രശ്നങ്ങൾ എന്താവുന്നു, കൂടുതൽ കോംപ്ലക്സ് ആവുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന്, നമുക്ക് വർക്ക് ടുഗെദർ, ഒന്നിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്.
Researchers found that high performing teams have collective intelligence and IQ-like factor for groups. അപ്പോൾ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ റിസർച്ചേഴ്സ് കണ്ടുപിടിച്ച എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ടീമുകളിലുള്ള ആളുകൾ തമ്മിലൊരു കളക്റ്റീവ് ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കുമെന്നാണ് പറയണം. അതായത് ഓരോ ഗ്രൂപ്പിനും അവരുടെ, അതായത് ഒരു ഗ്രൂപ്പിൻ്റെ IQ, നമ്മൾ പേഴ്സണൽ IQ, ഇൻഡിവിജ്വൽ IQ എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ വ്യക്തിയുടെയും IQ-വിനാണ് പറയുന്നത്. അതേസമയം ഈ കളക്റ്റീവ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ ഗ്രൂപ്പിൻ്റെയും IQ ആണ്. ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഉള്ള IQ, അവർക്ക് ഒന്നിച്ച് ചേർന്ന് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് കളക്റ്റീവായിട്ട് ഒന്നിച്ച് കൊളാബറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഉള്ള അവരുടെ IQ ആണ് നമ്മൾ എന്ത് പറയുന്നത്, കളക്റ്റീവ് ഇൻ്റലിജൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കണം. ഇറ്റ് ഡസൻറ്റ് ഡിപ്പെൻഡ് ഓൺ ഹൗ സ്മാർട്ട് ഈച്ച് മെമ്പർ ഇസ്. അതൊരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിലല്ല എന്ന് പറയണം, ഓരോ വ്യക്തിയും എത്ര സ്മാർട്ടാണ് എന്ന് സെപ്പറേറ്റ് നോക്കുന്നതിലല്ല അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ദേ ഇൻറ്ററാക്ട്. This isn't magic, it's built on 5 specific learnable skills that require practice. അതായത് ഇതൊരിക്കലും എന്തല്ല എന്നാ പറയുന്നത്, അവർ പരസ്പരം അല്ലെങ്കിൽ അവർ ഓരോരുത്തർക്കും എത്രത്തോളം കഴിവുണ്ട് എന്നതിലുപരിയായിട്ട് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അവർ പരസ്പരം എത്ര നല്ല രീതിയിൽ ഇൻ്ററാക്ട് ചെയ്യുന്നു എന്നതിലാണ്. ഓക്കെ, ഓരോരുത്തരെയും പെർട്ടിക്കുലർ ആയിട്ടുള്ള അവരുടെ കഴിവോ അല്ലെങ്കിൽ അവരുടെ സ്കില്ലോ നോക്കിയിട്ടല്ല ഈ പറയുന്ന കളക്റ്റീവ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രൂപ്പിൻ്റെ സക്സസ് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുക. അതേസമയം തന്നെ അവർ കൊളാബറേറ്റ് ചെയ്ത് ഒന്നിച്ച് നിന്നുകൊണ്ട് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ഒന്നിച്ച് നിൽക്കുമ്പോൾ അവരുടെ സ്ട്രെങ്ത് എങ്ങനെയുണ്ട്, അവരുടെ സ്കില്ല് എങ്ങനെയുണ്ട് എന്നതിനാണ് പ്രധാനം. ഓക്കെ, അപ്പോൾ ഇതിൽ ഉള്ള അല്ലെങ്കിൽ ഇതിന് നമുക്ക് ഏറ്റവും ഈ ഒരു സ്കില്ല് ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ 5 സ്പെസിഫിക് ആയിട്ടുള്ള ലേണബിൾ സ്കിൽസ് ആവശ്യമായിട്ടുണ്ട്, നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ചോദിക്കേണ്ടത് കേട്ടോ, അല്ലെങ്കിൽ അത് എന്തൊക്കെയാണെന്നാണ് ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് വരുന്നത്. 5 skills to build collective intelligence. കളക്റ്റീവ് ഇൻ്റലിജൻസ് ബിൽഡ് ചെയ്തെടുക്കാനുള്ള 5 സ്കില്ലുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് ലിസണിങ് വിത്ത് ഹ്യൂമിലിറ്റി. ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര നമ്മൾ വിനയത്തോടു കൂടി എളിമയോടു കൂടി അങ്ങനെ നമ്മൾ എന്താ പറയുക, ഒരാളോട് ഇങ്ങനെ കയറി തല്ലി സംസാരിക്കാൻ, അങ്ങനെയല്ലാതെ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ലിസൺ ചെയ്യാമെന്നാണ് ഫസ്റ്റ് പോയിന്റ് വരുന്നത്. We are terrible listeners. We forget most of what we hear because our brains process 400 words per minute, but people only speak 125. നമ്മൾ പലപ്പോഴും തോന്നിയിട്ടുണ്ടാവില്ലേ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ പകുതിയാണ് ഓപ്പോസിറ്റ്. ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടായിരിക്കും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതിൽ പകുതി ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുള്ളൂ. ആ ഒരു പകുതി സമയം കഴിയുമ്പോഴേക്കും ആൾ ശ്രദ്ധ തെറ്റി വേറെ ഇടയ്ക്കെങ്കിലും പോയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് അങ്ങനെ പ്രശ്നമുണ്ട്. അതായത് നമ്മുടെ ബ്രെയിനിനും 1 മിനിറ്റിൽ 400 വാക്കുകൾ വരെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അത്രയും കപ്പാസിറ്റി ഉണ്ട്. 1 മിനിറ്റിൽ 400 വാക്കുകൾ വരെ പ്രോസസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനുണ്ട്. പക്ഷേ ഏറ്റവും സ്പീഡിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും 1 മിനിറ്റിൽ 125 വാക്കുകൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പം ഈ ബ്രെയിൻ എന്ത് ചെയ്യും, ആ ബ്രെയിനിൻ്റെ കഴിവിനനുസരിച്ച് അത്രയും സാധനം ആ ബ്രെയിനിന് വേണ്ട അത്രയും വാക്കുകൾ കിട്ടിയിട്ടില്ല. മറിച്ച് എന്താ കിട്ടുള്ളൂ, 125 വാക്കേ കിട്ടുള്ളൂ. അപ്പോൾ ബാക്കി സ്പേസ് കൂടെ, ബാക്കി ആ ഒരു കഴിവ് ബ്രെയിനിൻ്റെ അവിടെ നിൽക്കുകയാണല്ലോ, മെമ്മറി കിടക്കുകയാണല്ലോ, ആ സ്ഥലത്തേക്ക് കൂടിയുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ബ്രെയിന് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന, അവർ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും തിരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഈ പറയുന്ന 125 ചിലപ്പോൾ ഓൾറെഡി ഈ വ്യക്തി പറയുന്ന ഫോക്കസ് ചെയ്യുന്ന പല പോയിന്റ്സ് ചിലപ്പോൾ നമുക്ക് മിസ്സായി പോകും. അവരുടെ മൈൻഡ്സ് വാണ്ടർ. ആ ഒരു സമയത്ത് നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും, ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ആ ഒരു കഴിവും കൂടി, ബാക്കിയുള്ള മെമ്മറിയും കൂടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് പോയിന്റ്സ് കൂടെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ വാണ്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിയൽ ലിസണിങ് ടേക്സ് ട്രെയിനിങ്. യഥാർത്ഥ ലിസണിങ്ങിന് എന്താ ആവശ്യമുണ്ട്, ട്രെയിനിങ് ആവശ്യമുണ്ട്. ആഡ് ഹ്യൂമിലിറ്റി, ലിസൺ ടു ലേൺ, നോട്ട് ജസ്റ്റ് ടു വെയിറ്റ് യുവർ ടേൺ ടു സ്പീക്ക്. ആക്റ്റീവ് ലിസണിങ് ഡ്രൈവ്സ് ഇന്നോവേഷൻ ആൻഡ് കൊളാബറേഷൻ. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ കേൾക്കാനായിട്ട് പഠിക്കണം. അതായത് കേൾക്കുക എന്ന് പറയുന്ന സംഭവം വളരെ ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് കേൾക്കുകയല്ല, നമ്മൾ കേട്ടിട്ട് എന്താ പറയണ കാര്യം നമ്മൾ മനസ്സിലാക്കും. കേൾക്കുക എന്ന് പറയുന്നത് ഹിയർ ആണ്, അല്ല ജസ്റ്റ് കേൾക്കുക. നമ്മളിപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ചുറ്റുപാടുള്ള ഒരുപാട് ശബ്ദങ്ങൾ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ എന്താണ്, ജസ്റ്റ് എന്ത് മാത്രമാണ്, അത് ഹിയറിംഗ് ആണ്. അതേസമയം തന്നെ ലിസണിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ചുറ്റുപാടും നടക്കുന്ന ശബ്ദത്തിനെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ലിസണിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്താവശ്യമാണ്, നമുക്ക് ട്രെയിനിങ് ആവശ്യമാണ് എന്നാ പറയണം. നമ്മുടെ ആ ഒരു എന്താ പറയുക, നമ്മൾ കേൾക്കുക, വെയിറ്റ് ചെയ്യുക, പറയുന്ന കാര്യങ്ങൾ മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. അതിനുശേഷം എപ്പോഴാണോ നമുക്ക് സംസാരിക്കേണ്ട സമയം അപ്പം നമ്മളതിന് റെസ്പോണ്ട് ചെയ്യാം. അടുത്ത സ്കിൽ എന്താണ്, ആസ്കിങ് ഗുഡ് ആൻഡ് ക്യൂരിയസ്. അടുത്ത ഒരു പോയിന്റ് എന്താണ്, ആസ്കിങ് ഗുഡ് ആൻഡ് ക്യൂരിയസ് ക്വസ്റ്റ്യൻസ്. നല്ല രീതിക്കുള്ള ക്യൂരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. People like those who ask questions. It shows you care and understand. But leaders often ask instrumental questions just to confirm what they already know. അതായത് ആളുകൾക്ക് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ഇഷ്ടമാണെന്ന്. അതായത് ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളൊരു പേഴ്സണൽ കാര്യം തന്നെ വിചാരിക്കുക, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. പേഴ്സണലായിട്ട് നമ്മുടെ ഒരു സ്റ്റോറി, നമുക്ക് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം പറയുകയാണ്, നമ്മുടെ സുഹൃത്തിനോട് പറയും. അപ്പോൾ അയാൾ അതിൽ നിന്നും ഓരോ എന്നിട്ട് അവിടെ എന്താണ്ടായ, അതെന്തിനാ അങ്ങോട്ട് പോയി, അങ്ങനെ ഒരു കാര്യം നമ്മുടെ അടുത്ത് എടുത്ത് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക.
അപ്പോൾ നമുക്ക് എന്താ പറയാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവൻ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ പറയുന്നത്, ഇവന് ഇൻട്രസ്റ്റ് ഉണ്ട് ഞാൻ പറയുന്ന കാര്യത്തിൽ, അല്ലാണ്ട് വെറുതെ എന്ന് പറഞ്ഞിട്ട് മൂളിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ മുന്നിലിരിക്കുന്ന ആൾക്ക് മനസ്സിലാവാം ഞാൻ പറയുന്ന കാര്യത്തിൽ അവനൊട്ടും താല്പര്യമില്ല എന്ന് മനസ്സിലാവും. അപ്പം നമുക്ക് ആ വിഷയത്തിൽ ക്യൂരിയോസിറ്റി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം. അതേസമയം തന്നെ ഈ ലീഡേഴ്സ് ആവുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ഇൻസ്ട്രുമെൻ്റൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതായത് എനിക്ക് ഓൾറെഡി ഇതൊക്കെ അറിയാം, നിൻ്റെ അറിവ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്ന രീതിയിലായിരിക്കരുത് നമ്മുടെ ചോദ്യങ്ങൾ. ദാറ്റ്സ് ലിമിറ്റിംഗ്. ഇൻസ്റ്റെഡ് ആസ്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. നമ്മളെപ്പോഴും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കേണ്ടത്. അതായത് ആ ചോദ്യത്തിന് ഒരുപാട് ആൻസേഴ്സ് എക്സ്പാൻഡ് ചെയ്ത് പറയാനുള്ള എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിൽ കേൾക്കുന്നയാൾക്ക് അയാൾക്ക് എലാബറേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ആൻസേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. വാട്ട് ഓഫ് ഇൻസ്റ്റെഡ് ഓഫ് വാട്ട് എന്ന് ചോദിക്കുന്നവരെ വാട്ട് ഓഫ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ഓർ വാട്ട് കുഡ് ബി instead of how much. Yes, it creates anxiety, but anxiety signals something matters. Good questions surface new ideas and signal respect for others' insights. അപ്പോൾ നല്ല ചോദ്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരാനും നമുക്ക് ആ ഒരു റെസ്പെക്ട് കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നല്ല ചോദ്യങ്ങൾ, അതായത് മുന്നിൽ നിൽക്കുന്ന ആളെ കുഴപ്പിക്കാൻ വേണ്ടി അയാൾ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കണം നല്ല കേട്ടോ പറയണം. നമുക്ക് ആ വിഷയത്തിൽ താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പാകത്തിനുള്ള ചോദ്യങ്ങൾ ചോദിക്കാനാണ് പറയുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ചാലഞ്ചിങ് സ്ട്രോങ്ലി ഹെൽഡ് അസംഷൻസ്. ലിറ്റിൽ ലേണിംഗ് ഇസ് ഡേഞ്ചറസ്. ഇത് ചാലഞ്ചിങ് സ്ട്രോങ്ലി ഹെൽഡ് അസംഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ച് പോരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതിനെ ചാലഞ്ച് ചെയ്യുക. വെറുതെ കയറി ചാലഞ്ച് ചെയ്യല്ല. വളരെ കാലമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സംഭവം എല്ലാവരും എന്താ പറയുക ഒരു തിയറി ആയിട്ട് അല്ലെങ്കിൽ വിശ്വസിച്ച് പോകുന്ന ഒരു ആശയം ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്കത് തോന്നുകയാണ് അതങ്ങനെയല്ല, നമുക്കതിനെ ചാലഞ്ച് ചെയ്യണം, ഇതിങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് തെളിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അതിനെ നമുക്ക് ചാലഞ്ച് ചെയ്യാനായിട്ട് പറ്റണം. എ ലിറ്റിൽ ലേണിംഗ് ഈസ് ഡേഞ്ചറസ്. Novices overestimate themselves, but a lot of learning is dangerous too. കുറച്ചറിവ് എന്ന് പറയുന്നത് ദോഷമാണെന്ന് നമ്മളെപ്പോഴും പറയല്ലേ. വളരെ മിതമായ രീതി, വളരെ ചെറിയ അറിവേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഭയങ്കര ദോഷമാണെന്ന് നമ്മളെപ്പോഴും പറയും. അതേസമയം തന്നെ വല്ലാതെ അറിയുന്നതും എന്താണെന്നാണ് പറയുന്നത്, ഡേഞ്ചറസ് ആണെന്നാണ് പറയുന്നത്. എക്സ്പേർട്സ് ഗെറ്റ് റിജിഡ്. അങ്ങനെ ആകുമ്പോൾ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവർ കുറച്ചുകൂടി റിജിഡ് ആയിരിക്കും. In one study, 70% of psychiatrists looked for evidence to confirm a wrong diagnosis instead of seeking new info. അതായത് 70% സൈക്കാട്രിസ്റ്റുകൾ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി ഒരു റോങ് ഡയഗ്നോസിസ് നടത്തിയിട്ടുണ്ട്. റോങ് ആയൊരു കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാൽ ആ ഒരു റോങ് ആയ കാര്യത്തിന് എന്നാൽ എന്താണ് ശരിക്കുള്ള യഥാർത്ഥ കാര്യം, ആ പുതിയ ഇൻഫോർമേഷൻ എന്താണ് എന്ന് അന്വേഷിക്കുന്നതിന് പകരം ഇവർ എന്ത് ചെയ്യുന്ന പറയുന്നത്, ആ റോങ് ആയ കാര്യത്തിനെ ശരിയാണെന്ന് കൺഫേം ചെയ്യാനുള്ള തെളിവുകൾ നോക്കുന്നവരാണ്. അത് ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് നല്ല അറിവുള്ളവരാണല്ലോ, അപ്പം ഞങ്ങൾക്ക് തെറ്റ് പറ്റില്ല, അപ്പം ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് ശരിയാണ് എന്ന് തെളിയിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുക. എന്നാൽ അതിൻ്റെ യഥാർത്ഥ ശരി എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമമല്ല അവർ നടത്തുന്നതെന്നാണ് പറയണം. The smarter we are, the better we are at convincing ourselves we are right. We must practice suspending beliefs, fighting confirmation biases and opening our minds to other views. അപ്പോൾ നമ്മൾ ബുദ്ധി നമുക്ക് കൂടുന്നതനുസരിച്ച് നമുക്ക് തെറ്റ് പറ്റിയെന്ന് നമ്മൾ സമ്മതിക്കില്ല. നമുക്ക് പറ്റിയ തെറ്റിനെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയണം. അപ്പോൾ നമുക്ക് എപ്പോഴും എന്ത് വേണം എന്നാണ് പറയണത്, നമുക്ക് ഓൾറെഡി ഉള്ളൊരു ബിലീഫ് ഉണ്ടെങ്കിൽ അതിനെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ മാറ്റുന്ന വേറെ എന്തെങ്കിലും ചിന്ത നമുക്ക് വന്നാൽ ആ രീതിക്ക് നമ്മൾ ചിന്തിക്കണം. അല്ലാതെ ഞാൻ വിചാരിച്ച എന്നെ ശരി, എൻ്റെ ഇപ്പോഴത്തെ ചിന്ത ഒന്നും ശരിയല്ല, ഇത്ര കാലം ഉണ്ടായിരുന്ന എന്തോ അതെന്നെ ശരിയെന്ന് പറഞ്ഞാൽ അതിൽ മുറുകെ പിടിച്ച് നിൽക്കാൻ പാടില്ല. വേറൊരു ആശയം വരുമ്പോൾ അതിനെ ചാലഞ്ച് ചെയ്ത് അതിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വേണം നമ്മളെപ്പോഴും ചിന്തിക്കാൻ. അതേപോലെ തന്നെ എന്താണ്, ഏതെങ്കിലും ഒരു കൺഫർമേഷൻ ബയസിൽ നമ്മൾ കുടുങ്ങി കിടക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഫൈറ്റ് ചെയ്യണം. നമ്മുടെ തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മാറ്റണം. അതേപോലെ തന്നെ എന്താ, മറ്റുള്ളവരുടെ വ്യൂസിന് വേണ്ടിയും നമ്മൾ മനസ്സ് തുറന്നു തുറക്കുക. മറ്റുള്ളവർ നമ്മൾ വിശ്വസിക്കുന്നതിൽ നിന്നും ഓപ്പോസിറ്റ് ആയൊരു വ്യൂ പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് എന്നെ ശരിയെന്നും പറഞ്ഞിരിക്കാതെ അവർ പറയുന്നത് ശരിയുണ്ടോ എന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കണം. അടുത്ത പോയിന്റ്, ഡിസഗ്രീയിങ് വിത്ത് റെസ്പെക്ട് ആൻഡ് വിത്തൗട്ട് റിട്രിബ്യൂഷൻ. നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, നമ്മളൊരു കാര്യത്തിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ വളരെ റെസ്പെക്റ്റോട് കൂടി എതിർപ്പ് പ്രകടിപ്പിക്കാനായിട്ട് നമ്മൾ പഠിക്കുക. Healthy disagreement prevents groupthink and overconfidence. It improves outcomes, but it only works with the psychological safety, the belief that you can raise tough issues without punishment. ഹെൽത്തി ഡിസഗ്രിമെൻറ്റ്, തർക്കിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അപമാനിക്കുന്ന രീതിയിലൊന്നും നമ്മൾ എതിർപ്പ് പ്രകടിപ്പിക്കാതെ വളരെ മാന്യതയോടുകൂടി വളരെ ബഹുമാനത്തോടു കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ പറഞ്ഞത് ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും പറയാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ എന്താണ്, മറ്റുള്ളവരുടെ ഒരു ഓവർ കോൺഫിഡൻസിനും അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇതേ സമയം നമ്മൾ ഈ ഒരു ഡിസഗ്രിമെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്ത് വേണമെന്നാണ് പറയുന്നത്, സൈക്കോളജിക്കൽ സേഫ്റ്റി വേണം.
നമുക്ക് തന്നെ അറിയണം ഈ ഒരു ഡിസഗ്രിമെൻറ്റ്, ഞാൻ ഇവിടെ എതിർപ്പ് പ്രകടിപ്പിച്ചാൽ എനിക്കിതിൽ പണിഷ്മെൻ്റ് ഒന്നും കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലാണ് ഞാൻ എന്ത് ചെയ്യുള്ളൂ, എതിർപ്പ് പ്രകടിപ്പിക്കുള്ളൂ. അപ്പോൾ എനിക്കറിയാം എൻ്റെ ബോസ് ചെയ്യുന്നത് തെറ്റാണ്, പക്ഷേ ഞാൻ ആ തെറ്റാന്ന് പറഞ്ഞാൽ എൻ്റെ പണി പോകുന്നുണ്ടെങ്കിൽ ഞാനത് പറയില്ല. ആ ഒരു സാഹചര്യമായിരിക്കരുത് നമ്മുടെ വർക്ക് കണ്ടീഷനിൽ ഉണ്ടാവേണ്ടത്. ഹൈറാർക്കി കിൽസ് ദിസ്, അങ്ങനെ ഞാൻ പറഞ്ഞത്. One study found 90% of nurses wouldn't contradict a doctor even if a patient's life was at risk. Without safety to voice dissent, teams can't perform and collective intelligence dies. അപ്പോൾ അതിന് എക്സാമ്പിളാണ് പറഞ്ഞത്. ഇപ്പോൾ നേഴ്സും ഡോക്ടറും ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഡോക്ടർ ചെയ്യുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന മരുന്ന് അല്ലെങ്കിൽ കൊടുക്കുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും 90% നഴ്സുമാരും, അത് മേ ബി ആ പേഷ്യൻറ്റിൻ്റെ ജീവന് പോലും അപകടമാണെന്ന് മനസ്സിലായാൽ പോലും ഈ നഴ്സുമാർ എന്ത് ചെയ്യില്ല എന്നാണ് പറയുന്നത്, അത് തിരുത്താൻ നിൽക്കില്ല. കാരണം തിരുത്തി കഴിഞ്ഞാൽ ഇവരുടെ ജോലി ചിലപ്പോൾ പോകും. കാരണം പ്രൊഫഷണലി നോക്കുകയാണെങ്കിൽ നഴ്സിനേക്കാൾ മേലെയുള്ളത് ആരാണ്? ഡോക്ടറാണ്. അപ്പോൾ അവർക്കത് വെച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്കാണ് ഇവർ പറയുന്നത് ഒരിക്കലും ഇപ്പോൾ ഡോക്ടർ പറയുന്നത് തെറ്റാണ് എന്ന് മനസ്സിലായാൽ പോലും നഴ്സുമാർ എന്ത് ചെയ്യുന്ന പറയണം, മിണ്ടാതിരിക്കും എന്നാണ് പറയണം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കരുത് ഉണ്ടാവേണ്ടത്. നമുക്ക് റെസ്പെക്റ്റോടു കൂടി നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, ആ ഒരു ഡിസഗ്രിമെൻറ്റ് എതിർപ്പ് പ്രകടിപ്പിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണമെന്നാണ് പറയണം. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്, വൈഡനിങ് ദ സർക്കിൾ ഓഫ് എംപതി. നമ്മുടെ എംപതിയുടെ ഒരു സർക്കിൾ, എംപതി എന്ന് പറഞ്ഞാൽ എന്താ, മറ്റുള്ളവരുടെ വികാരം എന്താണോ അതിനെ നമുക്ക് നമ്മുടേതായിട്ട് കാണാനുള്ള കഴിവ്. എംപതി ഇറ്റ്സെൽഫ് ഇസ് ബയാസ്ഡ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ എംപതി എന്ന് പറയുന്ന ടേം തന്നെ എന്താണ്, ബയസ്ഡ് ആണ് എന്നാണ് പറയുന്നത്. അത് തന്നെ വളച്ചൊടിക്കപ്പെട്ടിട്ടുള്ളൊരു ടേമാണ്. ഇത് നാച്ചുറലി സ്പ്ലിറ്റ് ദ വേർഡ് ഇൻ ടു അസ് വേഴ്സസ് ദം. ആ ഒരു എംപതി എന്ന് പറയുന്ന ടേമിൽ തന്നെ എന്താ പറയുന്നത്, ഞാൻ ഇപ്പോൾ ഓൾറെഡി അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞല്ലോ. മറ്റുള്ളവരുടെ എന്താണോ ഇമോഷൻ അത് നമ്മുടേതായി നമ്മൾ കൺസിഡർ ചെയ്യുക. അതിൽ തന്നെ എന്ത് വന്നു, മറ്റുള്ളവരും നമ്മളും വന്നു, ഞാനും നീയും എന്നൊരു ടേം വന്നു. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ആ ഒരു എംപതിയിൽ തന്നെ എന്തുണ്ട്, ഞാനും നീയും എന്ന് പറയുന്ന ഒരു സ്പ്ലിറ്റ് ചെയ്യലുണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്. When someone in our group messes up, we blame the situation. നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ്, അപ്പോൾ 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു പ്രശ്നമാണെന്ന് വിചാരിക്കുക. എൻ്റെ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തിയാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ സിറ്റുവേഷനെ ബ്ലെയിം ചെയ്യും. അതായത് ആ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത് നമ്മൾ പറയും. അതേസമയം when someone outside our group messes up, we blame their character. അതേസമയം മറ്റേ ഗ്രൂപ്പിൽ നമ്മളുമായിട്ട് അത്ര കണക്ഷനൊന്നും ഇല്ലാത്ത ഗ്രൂപ്പിലെ ഒരാളാണ് പ്രശ്നം ഉണ്ടാക്കണേ, നമ്മൾ പറയാം അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്. നമ്മുടെ കൂടെ ഉള്ളവർ തെറ്റ് ചെയ്താൽ അത് ആ സാഹചര്യത്തിൻ്റെ പ്രശ്നമാണ്, നമ്മുടെ കൂടെ അല്ലാത്ത ആൾ തെറ്റ് ചെയ്താൽ അത് അയാളുടെ സ്വഭാവമാണെന്ന് നമ്മൾ പറയും അല്ലേ. In diverse high turnover workplaces, this bias destroys trust. ഇങ്ങനെ ആകുമ്പോൾ എന്താണ്, വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ ആ ഒരു വിശ്വാസം തന്നെ തകർന്നു പോകും. The fix, practice, we can train ourselves to listen, be curious and build deep relationships. As Jamil Zaki says, we can free our empathy from its revolutionary bonds. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മളെ തന്നെ ട്രെയിൻ ചെയ്തെടുക്കണം, കേൾക്കാനും മറ്റുള്ളവരെ ക്യൂരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനും അവരുമായിട്ടുള്ള ഡീപ്പായ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും ഒക്കെ നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് പറയണം. നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, പ്രാക്ടീസ്, ഡോണ്ട് ജസ്റ്റ് പ്ലേ. Flamini's cave stand shows what individuals can endure alone, but today's wicked problems need teams. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന ഫ്ലെമിനിയുടെ കേസൊക്കെ നോക്കുമ്പോൾ നമുക്ക് തോന്നും ചിലപ്പോൾ ഇൻഡിവിജ്വലായിട്ടൊക്കെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നും, ആ കേവിൽ ഒറ്റയ്ക്ക് ഇരുന്നൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് എന്താണ്, ടീം ആവശ്യമാണ്. These 5 skills aren't rocket science, but they are not easy. They take time, commitment and practice together. We would never expect a sports team to play games without practice. നമ്മൾ ഒരിക്കലും ഒരു സ്പോർട്സ് ടീമിനോട് നിങ്ങൾ ഗെയിം കളിക്കുന്ന പക്ഷേ പ്രാക്ടീസ് ചെയ്തതെന്ന് നമ്മൾ പറയില്ലല്ലോ. Yet business teams are expected to collaborate without even training. അതേസമയം തന്നെ ഒരു ബിസിനസ് ടീമിനോട് നിങ്ങൾ കൊളാബറേറ്റ് ചെയ്യണമെന്ന് പറയും, ഒന്നിച്ച് വർക്ക് ചെയ്യണമെന്ന് പറയും, പക്ഷേ അതിന് ട്രെയിനിങ് കൊടുക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കില്ല. If we don't build collective intelligence, Smith warns, we will all end up banished to our individual case, and that's no way to work or win. നമ്മൾ അത്തരത്തിൽ ആ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ കളക്റ്റീവ് ഇൻ്റലിജൻസ് നമ്മൾ ബിൽഡ് ചെയ്ത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറയണം, നമ്മളും ഈ പറഞ്ഞ പോലെ കേവിൽ ഒറ്റയ്ക്ക് അടച്ചിട്ട പോലെ നമ്മളും ഐസൊലേറ്റ് ചെയ്യപ്പെടുമെന്നാണ് പറയണം. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കളക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനുള്ള പോയിന്റ്സ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത് അല്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക, അതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. അപ്പോൾ എല്ലാവരും എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതാം കേട്ടോ. ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ കാണണേ. താങ്ക് യു. ടാറ്റാ.